ശ്രീത്തിലേക്ക് പോകണം. കോട്ടയത്ത് ശ്രീത്തുണ്ട്. ശ്രീത്ത്, കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസുകളുടെ പോരാട്ടമാണ്. അവിടെ ജോസഫിൻ്റെയും മാണി ഗ്രൂപ്പിൻ്റെയും ഒക്കെ, ജോസ് കെ മാണി ഗ്രൂപ്പിൻ്റെയും ഒക്കെ നിലനിൽപ്പിനായുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇത്തവണ പല കാര്യങ്ങളും UDF അനുകൂലമാണ് അവിടെയെന്ന് കരുതുമ്പോഴും പാലായിലും ഒപ്പം പൂഞ്ഞാറിലുമൊക്കെ ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ ഫീൽ ഉണ്ടാക്കാൻ NDAക്ക് ഇതുവരെ കഴിഞ്ഞ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ പ്രവചനാതീതമായ നിരവധി മണ്ഡലങ്ങൾ കോട്ടയത്ത് നമുക്ക് കാണാം. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കോട്ടയം മാത്രമല്ല, മധ്യ കേരളത്തിൻ്റെ ഒരു സാഹചര്യം പല ജില്ലകളിലും, കോട്ടയം പത്തനംതിട്ടയൊക്കെ എടുത്താലും അതുതന്നെയാണ് സാഹചര്യം എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുന്നത്. പരമ്പരാഗതമായി നമ്മൾ കോട്ടയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മധ്യ കേരളത്തെക്കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിലാണ്. അതുണ്ട് ഇത്തവണയും. പല മണ്ഡലങ്ങളിലും തീപാർന്ന പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഈ NDAയുടെ സാന്നിധ്യമാണ് പല മണ്ഡലങ്ങളിലും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. ഇപ്പോൾ പാലയുടെ കാര്യം തന്നെ, കേരള കോൺഗ്രസിൻ്റെ തട്ടകമായ പാലയുടെ കാര്യം എടുത്താൽ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഷോൺ ജോർജിൻ്റെ സാന്നിധ്യമാണ്. ഷോൺ ജോർജ് ആരുടെ വോട്ടാണ് പിടിക്കുക, ഈ ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ട് കൊണ്ട് തന്നെ ഞങ്ങൾ ജയിക്കും എന്ന് കരുതുന്നവരാണ് പല മുന്നണികളും. അങ്ങനെ കണക്കുകൂട്ടലുകൾ, പരമ്പരാഗതമായി നമ്മൾ നടത്തിയിരിക്കുന്ന കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിക്കുന്ന ചില രീതികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതല്ല, തങ്ങൾ തന്നെ ജയിക്കുമെന്ന NDA അവകാശവാദം. ഷോൺ ജോർജ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. തൊട്ടപ്പുറത്തെ പൂഞ്ഞാറിൽ സമാനമായ സ്ഥിതിയാണ് ഉള്ളത്. എന്തായാലും പാലയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ പോരാട്ടം തന്നെ നടക്കുന്നു. പൂഞ്ഞാറിലും കഴിഞ്ഞ തവണയും സമാനം അങ്ങനെ തന്നെയായിരുന്നു. ഇത്തവണയും ഏതാണ്ട് അതേ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. തൊട്ടിപ്പുറത്തെ കാഞ്ഞിരപ്പള്ളിയുടെ സാഹചര്യവും അങ്ങനെ തന്നെയാണ്. വൈക്കത്ത് K അജിത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആ നിലയിലൊരു മത്സരം നടക്കുന്നു. കടുത്തുരുത്തിയിൽ തീപാറുന്ന കേരള കോൺഗ്രസുകളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. തൊട്ടിപ്പുറത്തെ ചങ്ങനാശ്ശേരിയിലും അങ്ങനെയാണ്. ഒരു അട്ടിമറി സാധ്യമാകുമെന്ന് UDF കണക്ക് കൂട്ടുന്നു. എന്തായാലും രഞ്ജിത്ത്, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ് UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമായി മാറിയിട്ടുള്ളത്. ആ ഘടകം ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നു എന്നതാണ് UDFൻ്റെ ഒരു കോൺഫിഡൻസ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് LDF വിലയിരുത്തുന്നു. നമുക്കറിയാം, സംസ്ഥാനത്ത് പ്രവചിച്ച സർവേകളെല്ലാം ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് പ്രവചിച്ച സ്ഥിതിവിശേഷമാണ്. വലിയ വ്യത്യാസം ആരും പറയുന്നില്ല. ഒരു 100 സീറ്റ് എന്ന പ്രവചനം ആരും നടത്തുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്.